നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നക്ഷത്രം എന്ന കഥ, ഒരു സ്വപ്നയാത്രയുടെ കഥ പഠിച്ചല്ലോ. ഇന്ന് നമുക്ക് ആ പാഠഭാഗത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമൊക്കെ ഒന്ന് പഠിക്കാം. വളരെ ലളിതമായ ഒരു പാഠമാണ്, അതുകൊണ്ട് തന്നെ ഇതിലെ ഉത്തരങ്ങളും വളരെ ലളിതം തന്നെയാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: മിന്നാമിനിങ്ങിനെ കണ്ട കുട്ടിയുടെ തോന്നലുകൾ എന്തെല്ലാം? കുട്ടിക്ക് ആദ്യം അത് നക്ഷത്രമായിട്ടും പിന്നെ അത് അമ്മയുടെ കമ്മലായിട്ടും തോന്നുന്നു. അടുത്തത്: കമ്മലിനേക്കാളും നക്ഷത്രത്തെക്കാളും കൂടുതൽ തിളങ്ങുന്നതായിട്ട് കുട്ടിക്ക് അനുഭവപ്പെട്ടത് എന്ത്? ചോദ്യം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിൽ വന്നു കാണുമല്ലോ. എന്താണ് പറയാമോ? അമ്മയുടെ കണ്ണുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സമാന പദങ്ങൾ കണ്ടെത്തുക. ഒരു പദത്തിന് അതേപോലെ അർത്ഥം വരുന്ന പദമാണ് സമാന പദം. അടിവരയിട്ട പദങ്ങൾക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതുക. സ്വപ്നത്തിന്റെ പക്ഷങ്ങൾ വീശി വീശി അവൻ ഉയർന്നു. സ്വപ്നം, കിനാവ്. കിനാവിൻ്റെ പക്ഷം, ചിറക്. ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു. അതുപോലെ തൈജസ കീടത്തിൻ്റെയും പുഷ്പങ്ങളുടെയും നാട്ടിൽ നിന്ന് താരകങ്ങളുടെയും മാരിവില്ലിൻ്റെയും ഉലകത്തിലേക്ക് കടന്നു. തൈജസ കീടം മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങിൻ്റെയും പുഷ്പം, പൂവിൻ്റെയും നാട്ടിൽ നിന്ന് താരകങ്ങളുടെയും, താരകം നക്ഷത്രങ്ങളുടെയും, മാരിവില്ലിൻ്റെയും, മഴവില്ലിൻ്റെയും ഉലകം, ലോകം, ലോകത്തിലേക്ക് അവൻ കടന്നു. അപ്പം അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള പദങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ പദങ്ങൾ പാഠഭാഗങ്ങളിൽ നിന്നും പട്ടികപ്പെടുത്തി അതിന് സമാനാർത്ഥമുള്ള പദങ്ങൾ എഴുതുമല്ലോ. ഇതുപോലെയുള്ള പദങ്ങൾ ഈ പാഠഭാഗത്ത് ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ ഇരുൾ എന്ന് പറയുന്നത് ഇരുട്ടാണ്. അതുപോലെ 7, സൂര്യൻ വരുന്ന 7, അതിന് പകരം നമുക്ക് സപ്തം എന്ന് ഉപയോഗിക്കാം. സപ്തം. അങ്ങനെയുള്ള പദങ്ങൾ ഈ പാഠഭാഗത്തുണ്ട്, ധാരാളമായിട്ടുണ്ട്. അതൊന്ന് കണ്ടുപിടിച്ച് എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വായിക്കാം, എഴുതാം എന്ന ഭാഗത്തേക്ക് കടക്കാം. കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു. ഈ വാക്യം സൂചിപ്പിക്കുന്ന ആശയം എന്ത്? അവൻ ഉറക്കത്തിൽ സ്വപ്നത്തിലേക്ക്, സ്വപ്ന ലോകത്തിലേക്ക് സഞ്ചരിച്ചു. കുട്ടി എത്തിച്ചേർന്ന സ്വപ്നലോകത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? നമുക്ക് ഉത്തരമൊന്ന് നോക്കാം. അവൻ അങ്ങനെ കിനാവിന്റെ ചിറകുകൾ വീശി വീശി സ്വപ്നലോകത്ത് എത്തി. അവിടെ ആകാശം കണ്ടപ്പോൾ അവന് നീലപ്പട്ട് സാരി, അമ്മയുടെ നീലപ്പട്ട് സാരി നിവർത്തി വെച്ചതുപോലെ ആണ് തോന്നിയത്. അവിടെ ഒരു കോണിൽ നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളി അമ്മാവൻ അരിമണികൾ എണ്ണിപ്പെറുക്കുന്നതായിട്ട് അവന് തോന്നി. ദൂരെ ഒരു ചുവന്ന കൊട്ടാരം അവൻ കണ്ടു. അതിനകത്തു നിന്നും തുടുത്ത തലപ്പാവും തിളങ്ങുന്ന വാളുമെടുത്ത് ഒരു രാജാവ് പടപ്പുറപ്പെട്ടു വരുന്നതും, അദ്ദേഹം 7 കുതിരകളെ പൂട്ടിയ തേരിൽ 7 നിറമുള്ള വില്ലും 7 കൊടിക്കൂറകളും ഒക്കെ വച്ചിട്ടാണ് വരുന്നതെന്നും അവൻ കണ്ടു. ഇത്രയുമാണ് സ്വപ്നലോകത്ത് അവൻ കണ്ടത്. അടുത്തത്: സ്വപ്നലോകത്തിലെത്തിയ കുട്ടിക്ക് ചിരി വന്നല്ലോ, അതെന്തുകൊണ്ടാവാം? ഉത്തരം: അവന് നക്ഷത്രം വേണം, കമ്മല് വേണം എന്നൊക്കെ പറഞ്ഞാണല്ലോ അവൻ വാശി പിടിച്ചത്. എന്നാൽ അവൻ സ്വപ്നലോകത്തിൽ ചെല്ലുമ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായി. കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിളങ്ങുകയായിരുന്നു അവന് പനി പിടിച്ച് വേദനിച്ചിരിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ തന്ന ഉമ്മകൾ എന്നവൻ ചിന്തിക്കുന്നു. ആ നല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനുങ്ങുന്ന കണ്ണുകൾ, ആ കണ്ണുകളുടെ തിളക്കത്തിന് നക്ഷത്രത്തെക്കാളും അതുപോലെ കമ്മലിനേക്കാളും തിളക്കമുണ്ടല്ലോ എന്നവൻ ഓർക്കുന്നു. അതെപ്പോഴും തൻ്റെ സമീപത്തുണ്ട്, തേടിപ്പോകേണ്ട ആവശ്യം തനിക്കില്ല. അമ്മയുടെ സാമീപ്യം
ഏത് സമയവും ആ കുഞ്ഞിന്റെ അടുത്തുള്ളപ്പോൾ അവൻ വെറുതെ അമ്മയുടെ കണ്ണുകളേക്കാൾ തിളക്കമുള്ള നക്ഷത്രവും കമ്മലും തേടി പോകുന്നു എന്ന് ചിന്തിക്കുന്നു. അത് ഓർത്തപ്പോഴാണ് അവന് ചിരി വന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എളുപ്പമല്ലേ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും? അടുത്ത ഒരു ചർച്ച ചെയ്ത് തയ്യാറാക്കാം. അതാണ്, നക്ഷത്രങ്ങളുടെ ലോകത്തെവിടെയും അമ്മയെവിടെ തൻ്റെ അമ്മ എന്നതായിരുന്നു കുട്ടിയുടെ ചിന്ത. കുട്ടിയുടെ ഈ ചിന്തയിൽ പ്രകടമാകുന്നതെന്ത്? ചർച്ച ചെയ്ത് കുറിപ്പാക്കുക. മിന്നാമിനുങ്ങ് ആദ്യം നക്ഷത്രമായും പിന്നീട് അമ്മയുടെ കമ്മലായും കുട്ടിക്ക് തോന്നുന്നു. കറുത്ത ആകാശത്തിന്റെ കീഴിലെ നക്ഷത്രം പോലെയാണ് കറുത്ത തലമുടിയുടെ ഇടയിലുള്ള അമ്മയുടെ കമ്മൽ എന്നവൻ ചിന്തിക്കുന്നു. ആകാശത്തെ അവൻ അമ്മയുടെ നീലസാരി നിവർത്തിയിട്ടതാണോ എന്നാണ് വിചാരിക്കുന്നത്. അമ്മയുടെ കമ്മലാണോ അതോ നക്ഷത്രമാണോ കൂടുതൽ മിന്നുന്നതെന്ന് അവൻ ആദ്യം സംശയിക്കുന്നു. എന്നാൽ അതിനേക്കാളെല്ലാം മുകളിലായിട്ട് തിളങ്ങുന്നത് അമ്മയുടെ സ്നേഹം നിറഞ്ഞ ആ കണ്ണുകളാണെന്ന് കുട്ടി തിരിച്ചറിയുന്നു. സ്വപ്നലോകത്ത് കുട്ടി അമ്മയെ അന്വേഷിക്കുന്നു. അത് അമ്മയോട് അവനുള്ള ആ സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അമ്മയാണ് സ്നേഹം എന്നവന് വെളിപ്പെടുന്നു. നക്ഷത്രം, മിന്നാമിനുങ്ങ്, സൂര്യൻ എല്ലാറ്റിലും മീതെ തിളങ്ങുന്നത് അമ്മയുടെ മുഖമാണ്, അമ്മയുടെ കണ്ണുകളാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ വലിപ്പമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്തത്, ഇടരൂപങ്ങൾ തിരിച്ചറിയാം. ഇടരൂപങ്ങൾ. ഒരു വാക്യത്തിലെ പദങ്ങൾ തമ്മിൽ ബന്ധം വരുന്നതിന് നമ്മൾ ഇടരൂപങ്ങൾ ചേർക്കുന്നു. ഇവിടെ നോക്കാം. ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു. ഇൽ എന്ന ഇടരൂപം നമ്മൾ അവിടെ ചേർക്കുകയാണ്. ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു എന്നതിൽ ഇരുട്ടിൽ എന്നാക്കുന്നു. അപ്പോൾ വാക്യം എങ്ങനെ മാറുന്നു? ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു. ആ ഇടരൂപം ചേർത്തപ്പോൾ, ഇൽ എന്ന ഇടരൂപം ചേർത്തപ്പോഴാണ് ആ വാക്യത്തിന് ഒരു ഭംഗി അല്ലെങ്കിൽ പൂർണ്ണത കൈവരുന്നത്, അതിന്റെ ആശയം പൂർണ്ണമാകുന്നത്. അതുപോലെ കിനാവ് ചിറകുകൾ വീശി വീശി പൂർണ്ണമായ ഒരു രൂപമാണോ, വാക്യരൂപമാണോ അത്? ഒരിക്കലുമല്ല. അവിടെ നമ്മൾ കിനാവ് എന്നിടത്ത് ഇന്റെ എന്ന ഒരു ഇടരൂപം ചേർക്കുന്നു. അപ്പോൾ കിനാവിന്റെ എന്നായി. കിനാവിന്റെ ചിറകുകൾ വീശി വീശി. അപ്പോൾ അത് ശരിയായി. അതുപോലെ അച്ഛൻ കുട്ടി പറഞ്ഞു. ഒന്നുമില്ല അവിടെ നമ്മൾ ഓട് എന്ന ഇടരൂപം ചേർക്കുന്നു. അച്ഛനോട് കുട്ടി പറഞ്ഞു. അത് വേറൊരു രീതിയിലും ആക്കാം കേട്ടോ. അച്ഛനോട് കുട്ടി പറഞ്ഞു എന്നതുപോലെ അച്ഛൻ കുട്ടിയോട് പറഞ്ഞു. രണ്ട് സ്ഥലത്ത് ഓട് ചേർത്തിരിക്കുന്നു. അപ്പോൾ രണ്ട് അർത്ഥമാണ് അവിടെ വരുന്നത്. അച്ഛൻ കുട്ടിയോട് പറഞ്ഞു എന്നായി, അച്ഛനോട് കുട്ടി പറഞ്ഞു എന്നായി. ഇനി അതുപോലെ മറ്റൊന്ന്, കാറ്റ് പറന്നു. കാറ്റ് എവിടേക്ക്, എങ്ങോട്ട്, എന്തിനെന്നൊന്നുമില്ല, കാറ്റ് പറന്നു. അവിടെ നമ്മൾ ഇൽ എന്ന ഒരു ഇടരൂപം ചേർക്കുകയാണ്. കാറ്റിൽ പറന്നു. ആ വാക്യത്തിന് ആശയം വന്നിരിക്കുന്നു. അതുപോലെ മിന്നാമിനുങ്ങ് ചിറക്. അവിടെ നമ്മൾ ഇന്റെ എന്ന ഒരു ഇടരൂപം ചേർക്കുന്നു. അന്നേരം മിന്നാമിനുങ്ങിന്റെ ചിറക് എന്നായി മാറി. ഒരു വാക്യത്തിന് അർത്ഥപൂർണതയും ഭംഗിയും ലഭിക്കുന്നതിന് ഈ ഇടരൂപങ്ങൾ ചേർക്കുന്നത്, ഇടരൂപത്തിനെ നമ്മൾ പ്രത്യയം എന്നും പറയാറുണ്ട്, അത് ചേർക്കുന്നത് വളരെ ഉചിതമായിരിക്കും. മനസ്സിലായല്ലോ? ഇനിയുള്ളത് നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. ഇവിടെ നമ്മൾ ഒരു നല്ല കഥയാണല്ലോ പഠിച്ചത്. ആ കഥയിൽ നമ്മളൊരു സ്വപ്നയാത്രയും കണ്ടു, ഒരു കുഞ്ഞിന്റെ. നിങ്ങളും ഇങ്ങനെ സ്വപ്നത്തിൽ ചിലപ്പോൾ പല യാത്രകളും ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് ഒരു ചെറിയ കഥ എഴുതാൻ സാധിക്കുമല്ലോ. എന്തായാലും എല്ലാവരുടെ ഉള്ളിലും ഭാവനകൾ ഉണ്ടാകും. അതിന് പലവിധ വലിപ്പമായിരിക്കുമെന്നേ ഉള്ളൂ. ആ ഭാവനകളെ ഒന്ന് വിരിയിപ്പിച്ചു നോക്കൂ. എന്നിട്ട് മനോഹരമായ ഒരു ചെറിയ കഥ ഒന്ന് എഴുതുക.
എങ്ങനെയുണ്ട് ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം? അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ